രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ്. ഇന്നലെ വൈകിട്ട് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിൽ 2 പേരുടെ പേരുകൾ ശ്രദ്ധേയമാണ്. ഒന്ന് CPM-ന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ, മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശൻ. VSന് കിട്ടിയത് പത്മവിഭൂഷണാണ്, വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷണാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എന്നാൽ ദേശാഭിമാനിയുടെ പാർട്ടിയുടെ മുഖപത്രമായ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ 1-ാം പേജിൽ VSന് പത്മവിഭൂഷൺ കിട്ടിയ വാർത്ത 1-ാം പേജിലില്ല, ഉൾപേജിലാണ് ഉള്ളത്. 2, അടുത്ത ചോദ്യം, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്, ശുപാർശ ചെയ്യുന്നത് പത്മഭൂഷണ് വെള്ളാപ്പള്ളിക്ക് കൊടുക്കണമെന്ന്. സ്വാഭാവികമായിട്ടും വെള്ളാപ്പള്ളിക്ക് കൊടുക്കാൻ വെള്ളാപ്പള്ളിയുമായിട്ട് ഇപ്പോൾ CPM നല്ല ബന്ധത്തിലാണ്. തുടരത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയും UDF-നെതിരെയും മുസ്ലിം ലീഗിനെതിരെയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നേതാവാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമുണ്ടോ? മാത്രമല്ല BJPക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടാവും. ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷന് 2-3 മാസമുള്ളൂ. അപ്പോൾ BJPയിലേക്ക് വോട്ടുകൾ കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്താൽ അത് സഹായിക്കുമെന്ന് BJP കണക്ക് കൂടുന്നുണ്ടാവും. അതുപോലെ വെള്ളാപ്പള്ളിയുടെ പേര് ശുപാർശ ചെയ്തപ്പോൾ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തപ്പോൾ അത് പിണറായിക്കും ആഗ്രഹം ഉണ്ടാവും വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയാൽ അത് തങ്ങൾക്ക് ഗുണകരമാകുന്നു. നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താം? എല്ലാ അവാർഡുകളും, നോബൽ സമ്മാനം ഉൾപ്പെടെയുള്ള അവാർഡുകൾ പരാതികൾ കേട്ടിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധിക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടാത്ത ആളാണ് മഹാത്മാഗാന്ധി. നോബൽ സമ്മാനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിരിക്കുന്ന 3 പേരാണ് കേട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് VS അച്യുതാനന്ദൻ. രണ്ടാമത് ആരാ വന്നിരിക്കുന്നത്? രണ്ടാമത് തോമസ്, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ധർമ്മേന്ദ്ര, ഡോക്ടർ N രാജം. 3 പേർക്കാണ് പത്മവിഭൂഷൺ ഏറ്റവും ടോപ്പ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതെ, ജസ്റ്റിസ് KT തോമസിനും VSനും P നാരായണൻ. ഇതിൽ VSന് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ മറക്കരുത്, ഭാരതരത്നം കഴിഞ്ഞാൽ അടുത്ത 2ാമത് നിൽക്കുന്ന അവാർഡാണ് പത്മവിഭൂഷൺ. മമ്മൂട്ടിക്കൊക്കെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. രാജ്യത്തെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. 2ാമത്തെ ഭാരതരത്നം. ഇത് അച്യുതാനന്ദനോടുള്ള പക വെള്ളാപ്പള്ളിക്ക് പോട്ട് പിണറായി വിജയൻ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്. ദേശാഭിമാനി മാത്രം, ബാക്കി മംഗളം ഉൾപ്പെടെ, മനോരമ ഉൾപ്പെടെ, മാതൃഭൂമി ഉൾപ്പെടെ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ കാണുക. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വാർത്തയില്ല. അതായത് VSന് പത്മവിഭൂഷൺ കിട്ടിയ വാർത്ത ദേശാഭിമാനിയുടെ മുൻപേജിലില്ല. ആർക്കും കിട്ടുന്നില്ല. കാരണം VSന്റെ മാത്രമായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, മറ്റാരുടെയും കൊടുക്കണമെന്ന് വിചാരിച്ചതുകൊണ്ട് എളുപ്പത്തിൽ. അതിന് പകരം കൊടുത്തിരിക്കുന്ന വാർത്ത ഇല്ലാത്തൊരു സംഘടന, മഹിളാ അസോസിയേഷൻ ഹൈദരാബാദിൽ പരിപാടി നടത്തുന്നതാണ്. പിന്നെ അടിമുടി ദുരൂഹത, SIR-മായി ബന്ധപ്പെട്ട പുതുതായി ഉൾപ്പെടുത്തിയത് 26 ലക്ഷം പേരെ അടിമുടി ദുരൂഹത. അപ്പം എന്തുകൊണ്ട് ദേശാഭിമാനി പോലൊരു പത്രം, നേരത്തെ അറിയിക്കുന്ന പത്രം ഇത്രയും പ്രകടമായി നമ്മുടെ മുമ്പിലുള്ള സത്യത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു? അച്യുതാനന്ദന് കിട്ടിയവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും കേട്ടോ, അതെ, സ്വാഭാവികം. പക്ഷേ അച്യുതാനന്ദൻ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള സത്യം മറക്കരുത്. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒന്നും വരാത്ത പരുവത്തിലാണ്. നമ്മൾ കുരങ്ങൻ്റെ ആപ്പിൻ്റെ ഇടയ്ക്ക് പോയി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് വെള്ളാപ്പള്ളിയായിട്ടുള്ള ബന്ധം. പക്ഷെ വേറെ വാർത്ത ഇപ്പോൾ ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ 3-ാം പേജിൽ വാർത്തയുണ്ട്. അതായത് സംസ്ഥാനം നൽകിയ പട്ടികയിൽ VSും വെള്ളാപ്പള്ളിയും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൽ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രീയമുണ്ട്. ഇപ്പം ഇവിടെ പരിപാടിക്ക് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ പേരെന്ന നടൻ പീഡിപ്പിച്ച ഒരു ചെറിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, സിനിമാടി ഉണ്ടല്ലോ, ഭാവന. എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അവരെ മാത്രം വിളിച്ചത്. അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ താല്പര്യം വെച്ചുകൊണ്ടാണ്. മോഹൻലാലിനെ പല പരിപാടിക്കും വിളിക്കും, അശോകൻ ചെരുവിലിനെ വിളിക്കുക, അല്ലെങ്കിൽ ഉണ്ണിമൂന്നിനെ വിളിക്കുക, അവാർഡ് കൊടുക്കുന്നെല്ലാം അങ്ങനെയല്ലേ. അതിന് ഈ അവാർഡെന്ന് പറയുമ്പം ഉറപ്പായിട്ടും ഇത് നോൺ കോൺട്രവേഴ്സ്യലായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളവരല്ല. പക്ഷെ വെള്ളാപ്പള്ളിക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ തുറന്നു വിടാൻ പോകുന്ന ഈ വെള്ളാപ്പള്ളിയുടെ അംഗീകാരത്തിന് സ്വാഭാവിക രാഷ്ട്രീയ പ്രാധാന്യം ഏറുകയല്ലേ. ഇത് ഈഴവൻ വെള്ളാപ്പള്ളിക്ക് അംഗീകാരം കിട്ടുന്നത് കുമാരനാശാനെ പോലുള്ള വലിയ സാഹിത്യകാരന്മാർ അംഗീകാരമൊക്കെ കിട്ടി ഒത്തിരി ആൾക്കാർ ഇതിലുണ്ട്. ഈഴവൻ എന്നുള്ള നിലയിൽ
കിട്ടുന്ന അംഗീകാരം. SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് വെള്ളാപ്പള്ളി. ഒരു സാംസ്കാരിക നായകനല്ല, ഓക്കെ. വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളല്ല, വലിയ എഴുത്തുകാരനല്ല, ഒരു ശാസ്ത്രജ്ഞനല്ല, ബാർ കച്ചവടം അല്ലാതെ വേറെ ബിസിനസ് വലിയ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനല്ല. എന്നിട്ടും വെള്ളാപ്പള്ളി നടേശന് ഈ അവാർഡ് കൊടുത്ത ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJP ഉന്നം വയ്ക്കുന്ന ഹൈന്ദവ ധ്രുവീകരണത്തിൻ്റെ ഭാഗം കൂടെയാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിൻ്റെ അപകടം അവിടെയല്ല കിടക്കാൻ പോകുന്നത്. അപ്പോൾ സുകുമാരൻ നായരോട് ഇപ്പോൾ ആരെങ്കിലും ചെന്ന് ചോദിക്കും, തനിക്ക് എൻ്റെ ഇത് കിട്ടാതെ നിങ്ങൾക്ക് എന്ത് അവാർഡ് കിട്ടാത്ത ഉടനെ സുകുമാരൻ നായർ വിഷമിക്കും, അതാ എനിക്ക് അടുത്ത പ്രാവശ്യം തരുമായിരിക്കും. അതെ അതെ അതെ. അല്ല, വെള്ളാപ്പള്ളിയെ പോലെ തന്നെ ശക്തനായാലും അതെ, പുള്ളി വേണമെങ്കിൽ പുള്ളിക്കും കൊടുക്കായിരുന്നു. അപ്പോൾ നായർ സമുദായത്തെ അവഗണിച്ചു എന്നും വേണമെങ്കിൽ പറയാം. 2 KPMSകാരുണ്ട്, സണ്ണി കവിക്കാട്, അല്ലെ പുന്നല ശ്രീകുമാർ, ഇങ്ങനെയുള്ള KPMSകാരുണ്ട്. അവർക്ക് കിട്ടേണ്ടതല്ലേ? കാന്തപുരത്തിന് കിട്ടേണ്ടതല്ലേ? കിട്ടണ്ടല്ലേ? എത്ര പേർക്ക് ഈ സമുദായ സംഘടനയുടെ പ്രവർത്തനത്തിനാണ് അംഗീകാരം പണക്കാട് തങ്ങൾ ഉൾപ്പെടെ എത്ര പേർക്ക് കൊടുക്കണം ഈ അവാർഡ്? അത് കൊടുക്കാതെ വെള്ളാപ്പള്ളിയെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുകയും ഇതേ വെള്ളാപ്പള്ളിയാണ് പിണറായി വിജയൻ കാറാക്കറ്റി കൊണ്ടുപോയത്. ഈ BJPയുടെ ഈഴവ വോട്ടുകൾ അടുപ്പിച്ച് നിർത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വേണം BJPയുടെ ഈ നീക്കത്തെ കാണാനെന്നൊരു വിലയിരുത്തലില്ലേ? അല്ല, ഈഴവ വോട്ടുകൾ അടുപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞത് CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയുള്ള ഈഴവ വോട്ടുകളിലെ ആ ബെൽറ്റ് തകരാതെ BJP കൂടെ വളരാൻ പറ്റിയല്ല. അത് ഇപ്പോൾ വെള്ളാപ്പള്ളി എവിടെയാണ് നിൽക്കണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? കാര്യം പിണറായി വിജയൻ്റെ കാറൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. ഇപ്പോൾ വെള്ളാപ്പള്ളി ആരുടെ കാറല്ല കയറാൻ റെഡിയായിട്ട് നിൽക്കുന്നത്? മോഡിയുടെ കാറില്ല കയറാൻ നിൽക്കുന്നെങ്കിലും പിന്നെ ഇയാൾ പോയ കാരണം മുഖ്യമന്ത്രി പോയ കാറിനേക്കാൾ നല്ല ഒന്നാം കാറുമായിട്ടായിരിക്കും വെള്ളാപ്പള്ളി. പിണറായി വിജയൻ തന്നെ ഒരു കാലഘട്ടത്തിൽ വിളിച്ചത് കേരള തൊഗാഡിയ എന്നാണ് വെള്ളാപ്പള്ളിയെ വിളിച്ചത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ എത്രയോ പേര് വെള്ളാപ്പള്ളി അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നുണ്ട്. AK ബാലനും സജി ചെറിയാനും വെള്ളാപ്പള്ളി അനുകൂലിച്ചല്ലേ പറഞ്ഞേ? അതെ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവിടെ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ ഇല്ലാതാക്കി ഇത് BJPയുടെ പാളയത്തിൽ കൊണ്ട് കെട്ടിക്കുക. അതിന് അച്ചാരം വാങ്ങിയിരിക്കുന്നത് ആദ്യത്തെ ആൾ പിണറായി വിജയനാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇനി പിണറായി വിജയൻ നാളെ കൊടുക്കുമോ? ഭാരതരത്നം മിക്കവാറും പിണറായി വിജയന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ കൊടുക്കാൻ പിണറായി വിജയന് ഭാരതരത്നം കൊടുക്കത്തില്ല. തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന കേസാണ്. കേരളത്തിൽ ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. ആദ്യത്തെ മലയാളി, ആദ്യത്തെ കേരളീയൻ, വികസന നായകൻ, ഇല്ലേ? എന്തെല്ലാം വാക്കുകൾ പറയാം. അപ്പോൾ അദാനി റെക്കമെൻഡ് ചെയ്യും. ഇപ്പം അദാനി വരെ വേണം. അല്ല, ഞാനിതിനെ കാണുന്നത് നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഇപ്പോൾ 1-2 വർഷം 2024 പാർലമെന്റ് ഇലക്ഷനിൽ ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF നല്ല ക്ഷീണം ചെയ്തു. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ 3 ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത്. ആലപ്പുഴയിൽ പറയുകയാണെങ്കിൽ കായംകുളത്ത് LDF സ്ഥാനാർത്ഥി AM ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോയി. ഹരിപ്പാട് LDF സ്ഥാനാർത്ഥി ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പോയി. വി ജോയി മത്സരിച്ച ആറ്റിങ്ങലിലും SNDPയുടെ വോട്ടുകൾ വ്യാപകമായി ഒളിച്ചുപോയത് BJPയിലേക്കാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ലേ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിൽ? അല്ല, ഇതിൽ എന്തുകൊണ്ടാണ് സമുദായ സംഘടനകളുടെ വോട്ടുകൾ ഒളിച്ചു പോകുന്നതിൻ്റെ കാര്യം എന്നറിയും? മറ്റ് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവമുള്ള രാഷ്ട്രീയ പ്രവർത്തന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുത്താവും പ്രശ്നം. കുറേ ദിവസത്തേക്ക് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുക്കണമായിരുന്നു, സുകുമാരൻ നായർക്ക് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ തർക്കങ്ങളുണ്ടാക്കി വിവാദങ്ങളുണ്ടാക്കി പ്രധാനപ്പെട്ട ഇഷ്യൂവിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റി നിർത്തുക എന്നുള്ള മാധ്യമ ഐഡിയോളജിയുണ്ട്, മാധ്യമ തന്ത്രമുണ്ട്, അതുപോലെ തന്നെ നേതാക്കന്മാരുടെ തന്ത്രമുണ്ട്. ആ തന്ത്രം ഇവിടെ പാലിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് കൊടുക്കുകയില്ലോ എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവരും പൊട്ടം കളിക്കുക. ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. ഈ P നാരായണന് കൊടുത്തു, ആർക്കും പരാതിയില്ല. എന്തുകൊണ്ടാണ്? വർഷങ്ങളായിട്ടുള്ള ഒന്നും നേടാതെ പത്രപ്രവർത്തനങ്ങളുള്ള ആളാണ്, RSSകാരനാണ്. ഇപ്പോൾ എല്ലാവരും ഏതെങ്കിലും കാലത്ത് എല്ലാവരും കോൺഗ്രസ്സുകാരായിരിക്കും. EMSന് അവാർഡ് കൊടുത്താൽ പഴയ കോൺഗ്രസ്സുകാരനാണ് EMSന് അവാർഡ് കൊടുക്കുമ്പോൾ പഴയ AK ബാലൻ കോൺഗ്രസ്സാണ് പഴയത്. പറയാൻ പറ്റുമോ? അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്നത് ഇത്തവണത്തെ അവാർഡ് ശരിക്കും പക്കാ പൊളിറ്റിക്സിലുണ്ട്. പക്ഷേ അത് തുറന്നു വയ്ക്കുന്ന അപകടം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് മാത്രം കൊടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിലേക്ക് ഇത് വരും. ഗീതാനന്ദന് കൊടുക്കണ്ടേ? ഹരിജനങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്തുള്ളത് ഏറ്റവും വലിയ പോരാളി ആരാ? ഗീതാനന്ദനല്ലേ? ഇപ്പുറത്തെ CK ജാനുവില്ലേ? സണ്ണിയം കപ്പിക്കാടുണ്ട്. സണ്ണിയം കവിക്കാട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോവാണ് വൈക്കത്ത്. അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്നില്ല. കോൺഗ്രസിൽ ചേരാൻ പോവാണെങ്കിൽ കൊടുക്കുകയില്ല. അടിസ്ഥാന പിന്നോക്ക ദളിത് വിഭാഗത്തെ ഈ പത്മഭൂഷണനെ അവഗണിച്ചു. ഇപ്പോൾ വേറൊരു പ്രശ്നം വരാൻ പോകുന്നത് തരൂരിന് വേണ്ടി പിടിവലിയ അടുത്ത അവാർഡ് പത്മഭൂഷൺ അവാർഡ് ശശി തരൂരിന് കൊടുക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും അത് സാധ്യതയുണ്ട്. കാരണം ഉണ്ട്, അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് ഒത്തിരി ക്രെഡൻഷ്യൽസ് ഒത്തിരി ഉണ്ട്. താനും ഇവരൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെയും തീരുമാനിച്ചാൽ അപ്പോൾ ഇത് അവാർഡുകൾ കൊടുത്ത് രാഷ്ട്രീയത്തെ
നിയന്ത്രിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് രാജമോഹൻ, ഈ അവാർഡ് നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു അവാർഡായിട്ട് വേണം നമുക്കിതിനെ തീർച്ചയായും ഉറപ്പായിട്ടും നിയമസഭാ ഇലക്ഷനിൽ ഉള്ള അരിത്തമെന്റ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത് തീരുമാനിക്കുക എന്നാ വേണമെന്ന്. ഭാരതരത്നം പിണറായി വിജയന് കൊടുക്കണോ വേണ്ടെന്നുള്ള വിവരം ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഫലം ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിണറായി വിജയന് ഭാരതരത്നം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് ഇതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാകുന്നില്ല. പക്ക ഉത്തരേന്ത്യൻ ശൈലി മുസ്ലിം വിരുദ്ധതയോ ക്രൈസ്തവ വിരുദ്ധതയോ പറഞ്ഞുകൊണ്ട് വടിയും കൊട്ടുകൂടിയായിട്ട് ആരിറങ്ങാൻ പുറത്തേക്ക്. അത് ഏറ്റവും കൗതുകരമായ കാര്യമേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുകൾ പ്രകടിപ്പിക്കുന്ന ആളാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, ജേർണലിസ്റ്റാണ് റഹീസ് റഷീദ്. അദ്ദേഹത്തിനെ കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് വെള്ളാപ്പള്ളി വിളിച്ചത് തീവ്രവാദിയായ ജേർണലിസ്റ്റാണ്, ഈരാറ്റുപേട്ടക്കാരനാണ്, MSF കാരനാണെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിനെതിരെ കടുത്ത ഭാഷയിൽ ഉപയോഗിക്കുന്നു. മലപ്പുറം ജില്ലക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും അതായത് ഉത്തരേന്ത്യയിലെ BJP നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയ്ക്ക് തുല്യമായ പല പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ കൂട്ടിക്കൂട്ടി നടക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ബോധപൂർവം തന്നെയാണ് പിണറായി വിജയൻ കാറിൽ കയറ്റി ആനയിച്ചു കൊണ്ടുവന്നത്. ഇന്നലെ ഞാൻ നമ്മുടെ ഒരു പഴയകാല ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകനായ അപ്പുക്കുട്ടൻ പള്ളിക്കുന്നിനെ കാണാൻ വേണ്ടി ഇന്നലെ പോയിരുന്നു. അപ്പോൾ അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പ്ലാൻഡ് ഓപ്പറേഷനാണ് പിണറായി വിജയൻ, അതായത് വെള്ളാപ്പള്ളിയെ ആനയിച്ചു കൊണ്ടുവന്നത് അതൊരു യാദൃച്ഛികമായ സംഭവമല്ലെന്നാണ് അപ്പുക്കുട്ടൻ പള്ളിക്കുന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം എന്താ? അത് ഒരു വയ്യാത്ത ആളല്ലേ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ കാറിൽ കയറ്റിയതല്ല, അത് ബോധപൂർവം പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ ആണെന്നാണ് ബഹുമാനപ്പെട്ട അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് എന്നോട് ഇന്നലെ പേഴ്സണലി പറഞ്ഞതാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു പുസ്തകം കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് കലൂർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 1 മണിക്കൂറോളം അദ്ദേഹത്തിന് ചിലവഴിച്ചു. രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും, നിയമസഭാ ഇലക്ഷൻ്റെ കാര്യങ്ങളും, വെള്ളാപ്പള്ളിയുടെ രീതികളും ഇതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ആനയിച്ചു കൊണ്ടുവന്നത് കേവലം ഒരു യാദൃശ്ചികമായ സംഭവമല്ല, അത് പ്ലാൻ ചെയ്ത് ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ ലൈൻ മാറിയിരിക്കുന്നു എന്നറിയിക്കുക, അത്രേ ഉള്ളൂ. പരസ്യമായിട്ട് അറിയിക്കുക, അയ്യപ്പൻ്റെ പേരിൽ അറിയിച്ചാൽ മതിയല്ലോ. പക്ഷെ അത് പിന്നീട് തുടർന്ന് വേറെ സംഭവങ്ങൾ വന്നു. ശബരിമല കൊള്ള വന്നതോടുകൂടി അതിൻ്റെ ക്രെഡിബിലിറ്റി പോയി. അങ്ങനെ സംഭവിച്ചത്. ആ കൊള്ള ഉണ്ടാകുന്നില്ലെങ്കിൽ പിണറായി ഉദ്ദേശിച്ച കാര്യം നടന്നേനെ. ശബരിമല കൊള്ള അതുപോലെ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്മാരുടെ രക്ഷകനായിട്ട് ആരും നിന്നേനെ? പിണറായി നിന്നേനെ. അപ്പം അങ്ങനത്തെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അതിനെ തടയിടാൻ ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ സതീശൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതറിയില്ല, സതീശൻ കുറച്ച് ഉറച്ച നിലപാടെടുക്കുന്നുണ്ട്. സതീശൻ്റെ നിലപാടുകൾ കേരളത്തിൻ്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. സമുദായ നേതാക്കളെ പീഡിപ്പിക്കാനുള്ള മറ്റു ചില നേതാക്കളുടെ ശ്രമം, അവരെ കൊണ്ട് മാത്രം കാര്യം നടത്താമെന്നുള്ള ചില നേതാക്കളുടെ പ്രതീക്ഷ കോൺഗ്രസിന് അപകടകരമായിരിക്കും, കേരളത്തിന് അപകടകരമായിരിക്കും. വേറെ കാര്യമുണ്ട്, വെള്ളാപ്പള്ളി നരേശൻ പറയുന്നത് ഓപ്പോസിറ്റായിട്ടാണ് സംഭവിക്കുകയുള്ളൂ. പണ്ട് വെള്ളാപ്പള്ളി നരേശൻ VM സുധീരനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞു, സുധീരൻ ജയിച്ചു. KC വേണുഗോപാലിനെ തോൽപ്പിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ KC വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കാര്യം. ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് അത്ര മുഖവിലക്കെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി പറയുകയില്ല. നന്മ ഇല്ലാത്തവരെക്കുറിച്ച് വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പിണറായി വിജയനെ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യുന്നു. കേരളം മുഴുവൻ വെറുക്കുന്ന ആളിനെ വെള്ളാപ്പള്ളി സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് വെള്ളാപ്പള്ളി. അല്ല, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു രാജമോഹൻ ചേട്ടാ. അതായത് ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല, പുള്ളി പറഞ്ഞ നല്ലത്. പക്ഷേ കേരളത്തിൽ ശക്തമായ പിണറായി വിരുദ്ധ വികാരം ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ ഉപരി ശക്തമായ രീതിയിൽ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞത്. അത് മനസ്സിലാക്കാത്ത ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ, MPO ഒന്നും മാത്രമേ ഉള്ളൂ മനസ്സിലാകാത്തത്. ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. പിണറായിക്കറിയാം എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ പിണറായിയാണ്. എന്തെല്ലാം മേക്കപ്പ് ചെയ്തിട്ടാലും, നാളെ നല്ല ഒന്നാന്തരം ഫോറിൻ ഗൗൺ മേടിച്ചിട്ടാലും ഒന്നും പിണറായി ആരും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, അംഗീകരിക്കാൻ പോകുന്നില്ല. മറിച്ച് പിണറായി നന്ദി പറഞ്ഞ് ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു, വീടുകൾ ഭവന സന്ദർശനം പോകുമ്പോൾ ഇന്നലെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അച്യുതാനന്ദൻ്റെ ഒരു ഫോട്ടോയും കൂടെ വെച്ച് എല്ലാവരും. അപ്പോൾ ഏതായാലും ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞു, വൈകുന്നേരമായപ്പോൾ നമ്മൾ അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടിയ നല്ല വാർത്തയും നമ്മൾ പറഞ്ഞു. അതല്ല, ഇന്നലെ അദ്ദേഹം അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ പയ്യന്നൂരത്തുണ്ടായിരുന്ന ഫണ്ട് വിവാദം ഉണ്ടല്ലോ, അതൊരു ഒറ്റപ്പെട്ട സംഭവമില്ല. ഇങ്ങനെ അറിയാത്ത ഒരുപാട് കറപ്റ്റഡായ സംഭവങ്ങൾ കേരളത്തിൽ LDF സർക്കാരും പിണറായി വിജയനും നടത്തുന്നുണ്ട്. അത് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ എന്ന ഒരാളല്ല ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നത്. ഇപ്പം അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാൻ പോയി KK രാഗേഷും
എം വി ജയരാജനൊക്കെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചേക്കുന്നത്. ടി ഐ മധുസൂദനൻ എന്ന് പറഞ്ഞ ആളാണല്ലോ ഒരു പയ്യന്നൂർ എം.എൽ.എ ആണ് ഇതിന് പിന്നിൽ കളിച്ചത്. അദ്ദേഹമാണ് ടി ഐ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ പിണറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ശൈലജ ടീച്ചറും പിണറായി കഴിഞ്ഞാൽ മൂന്നാമത് ഭൂരിപക്ഷം കിട്ടി ജയിച്ചാൽ പിന്നെ നല്ല 40,000 50,000 വോട്ട് 10-20 വോട്ട് കിട്ടി 50,000 വോട്ട് കിട്ടും. പിണറായി വിജയൻ്റെ തൊട്ടടുത്ത് CPM-ന്റെ കോട്ടയാണ് പയ്യന്നൂര്. അവിടുന്ന് ജയിച്ചു വന്നാണ് ഇത്രയും വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ട്. ആ മധുസൂദനാണ് ഈ ആരോപണത്തിൽപ്പെട്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ പറ്റുമോ? പയ്യന്നൂർ പോലും വേണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13,000 കുറഞ്ഞോ ഭൂരിപക്ഷം, വേണമെങ്കിൽ പയ്യന്നൂർ പോലും ആർക്ക് പോകും. ഈ പരിസ്ഥിതിയിൽ ഈ മോഡിയുടെ അവസാനത്തെ അടി അവാർഡ് കൊണ്ടുള്ള അടി ചിലപ്പോൾ പിണറായിയുടെ അടിത്തറ പാളിച്ച് മാന്തി ദൂരം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.